നമസ്കാരം, എല്ലാവർക്കും AR ഗ്രീൻ കിച്ചൺ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കടച്ചക്ക എടുക്കാം. നന്നായിട്ട് തോല് കളഞ്ഞ് കുഞ്ഞു കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് കുറച്ച് പരിപ്പ്, തക്കാളി, പച്ചമുളക്, ഉള്ളി ഇവയെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുരിങ്ങ ഇട്ടിട്ടുണ്ട്. മുരിങ്ങ ആവശ്യമാണെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് 2 വിസിൽ വരുത്തിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടച്ചക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം. ഞാനിവിടെ കുറച്ച് വൈദ്യന കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വൈദ്യന എടുത്താൽ മതി. നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇങ്ങനെ ഈ പാകമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരപ്പിനുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം. കുറച്ച് തേങ്ങ എടുക്കാം. അതിലേക്ക് കുറച്ച് കുരുമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് നല്ല ബ്രൗൺ കളറാവുന്നവർ വറുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ചതച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് പുളിവെള്ളം കൂടി പിന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വരൾ ഒഴിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.